നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, അങ്ങനെ ഇ.ഡി. വീണ്ടും പിടിമുറുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമുക്കറിയാം ഇ.ഡി. ഇതിന്റെ മാസപ്പടിയുടെയും എക്സാലോജിക്കിന്റെയും CMRLന്റെ ഒക്കെ പുറകിലാണ് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കുറച്ച് സ്ഥലങ്ങളിൽ മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വീണയുമായിട്ട് ബന്ധമുള്ള പലരുടെയും വീടുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. പല നിർണായകമായിട്ടുള്ള രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഇഡിയുടെ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴൊന്നും തന്നെ ഇപ്പോൾ വലിയ രീതിയിലൊന്നും പ്രതികരിക്കുന്ന പാർട്ടി നേതൃത്വത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സാധാരണ ഇവർ പാർട്ടി ഇവര് CPM പറയാറുണ്ട്, ഇപ്പൊ എന്ത് കിട്ടി, ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എല്ലായിടത്തുനിന്നും റെയ്ഡ് നടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകളും തെളിവുകളും ഇഡിക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത സ്ഥലത്തോട്ട് ആ ഹിന്റ് നോക്കിയാണ് അവർ പോകുന്നത്. ഈ കിട്ടുന്ന രേഖകളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇപ്പോൾ തുടക്കത്തിലൊക്കെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരുന്ന പേരാണ് വീണ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, ശശീന്ദ്രൻ കർത്ത, അദ്ദേഹത്തിന്റെ കുടുംബം. പക്ഷെ ഇപ്പോൾ ഇതുവരെ കേൾക്കാത്ത പല പേരുകൾ അല്ലെങ്കിൽ പുതിയ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ മാസപ്പടി വിവാദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, പിന്നെ കൃഷ്ണന്തു പറഞ്ഞതുപോലെ ഇഡി പിടിമുറുക്കുന്നില്ല. വാസ്തവത്തിൽ പിടിമുറുക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വീണ വിജയനെ ഇനഫ് എവിഡൻസ് ഉണ്ട്. ഇതിന് യുക്തിസഹമായിട്ടൊരു മറുപടി പറയാൻ CPMന്റെ എപ്പോഴും യുക്തിഭദ്രമായിട്ട് വാദിക്കുന്ന ആളുകൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. വളരെ യുക്തിഭദ്രം. മുഹമ്മദ് റിയാസ് പലതവണ ദേശീയ നേതാവെന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹവുമായിട്ട് സംവാദത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ വളരെ യുക്തിഭദ്രമായിട്ട് എതിരാളികളുടെ എല്ലാ ആയുധങ്ങളെയും തകർത്ത് എറിയുന്ന രീതിയിൽ മറുപടികൾ പറയുന്ന ഒരാളായിരുന്നു മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന് ഇവിടെ എന്താ ഇപ്പോൾ ഹാപ്പി ഓണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദ പറയാനൊന്നും പറ്റത്തില്ല. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം പിണറായി വിജയനും സംഘവും വിചാരിച്ചത് ഇഡിയെ പേടിപ്പിച്ചങ്ങ് വിടാം, പേടിച്ച് അവർ പോയിക്കോളും, പിന്നെ അത് ഉഴപ്പും, സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ വേണം. പക്ഷേ അന്നത്തെ ഇഡി അല്ല ഇന്നത്തെ ഇഡി. രാഷ്ട്രീയമായ, സത്യസന്ധമായിട്ട് ഞാൻ പറയാൻ, രാഷ്ട്രീയമായ ഒരു ഇടപെടലുമില്ല. പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ പ്രൊഫഷണലായിട്ടും ഭംഗിയായിട്ടും ചെയ്യണം. ഞങ്ങളുടെ എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടാവും. അതാണ് ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങളെയും, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അത്ര പ്രൊഫഷണലായിട്ടാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം പറയാം. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, നമ്മൾക്ക് എന്തെങ്കിലും ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനായിരുന്നതുകൊണ്ട് പറയുകയാണ്, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നമുക്ക് ഗ്രീവൻസ് സെല്ലുണ്ട്, അവിടെ അയക്കാം. കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു മറുപടിയും കിട്ടില്ല. ജന്മകാലത്ത് കിട്ടിയെന്ന് വരില്ല. ചുമ്മാ ഒരു നോട്ട് കിട്ടും, അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഇപ്പം അങ്ങനല്ല, ഫുൾ പ്രൂഫ് സംവിധാനമാണ്. കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനകം അതിന് പരിഹാരം ഉണ്ടായിരിക്കണം. ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആരാണോ അതിൻ്റെ ചുമതലയുള്ള അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. അത് നമ്മൾ അതിൻ്റെ ആപ്പിൽ കയറി വേണം കൊടുക്കാൻ. പരാതി 15 ദിവസത്തിനകം അതിനകത്ത് നീതിവത്കരിക്കത്തക്ക ഒരു പരിഹാരം ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ടാവും. ഇതേ രീതിയിലാണ്, പ്രൊഫഷണലായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും, ഇപ്പോൾ ചരൺ സിംഗിൻ്റെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്യൂ എന്ന് നേരിട്ട് CBI ഡയറക്ടറെ വിളിച്ച് പറഞ്ഞതായിട്ട് അന്നത്തെ CBI ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മലയാളിയായിരുന്നു, രാധാകൃഷ്ണൻ നായർ. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം, വകുപ്പ് എന്ത് വേണമെങ്കിൽ നമ്മൾ എത്തിക്കും. ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം ജനതാ പാർട്ടിയുടെ കാലത്താണ്, അത് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ കൊടുക്കാറില്ല. കാരണം അനാവശ്യമായിട്ട് ഇടപെടില്ല. അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടില്ല. ഇപ്പോൾ നിങ്ങളൊരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്തിട്ട്, BJPക്കാരൻ്റെ അടുത്ത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് പരാതി കൊടുത്തോളൂ, ഒരു നടപടി എടുക്കത്തില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുകയില്ല. അതാണ് നയം. അതേ നയം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുകയില്ല എന്നെടുത്ത തീരുമാനവും. ആ രീതി പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാൻഡാണ് അവരെടുത്ത്. ആ സ്റ്റാൻഡ് വിജയിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത്. ഗുണ്ടകളെയും കാപ്പപ്രതികളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് മെസ്സേജ് കൊടുത്തിട്ട് ആൾക്കൂട്ടം കൂട്ടി കാറിൻ്റെ കണ്ണാടി പൊട്ടിച്ചും ഡ്രൈവറുടെ കണ്ണു പൊട്ടിച്ചും മുട്ടയെറിഞ്ഞും കല്ലെറിഞ്ഞും തകർക്കാവുന്ന വീര്യമല്ല ഇടിക്കുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ പ്രതികാരമായിട്ട് വീണയെ അവർക്ക് അറസ്റ്റ് ചെയ്യാം. അതിന് കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2 കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വഴി അവർക്ക് ഇടപാടുകളുണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. യാതൊരു സേവനവും ചെയ്യാതെ ശമ്പളം വാങ്ങിച്ചു കൊണ്ടിരുന്നു. അതുപോലെ CMRL എന്ന് പറയുന്ന
ഈ ആരോപിതമായിട്ടുള്ള കമ്പനിയിൽ നിന്ന് മൂലധനം കൈപ്പറ്റിയിരിക്കുന്നു. ഇതുകൂടാതെ ഏറ്റവും ഗുരുതരമായ കുറ്റമെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഈ കാപ്പ കേസ് എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല അതിൻ്റെ മുമ്പിൽ, ഹവാല പണമിടപാട് നടത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഉറുപ്പികയിൽ 85 ലക്ഷം വരുന്ന പണം അവരെ ദുബായിലേക്ക് അയച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന കേസിൽ പറയുന്നത് അവർ അബുദാബി ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പറയുന്ന ഒന്നുമല്ല, അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഏറ്റവും കുറ്റകരമായിട്ടുള്ള കൃത്യം, ക്രിമിനൽസ് മാത്രം ചെയ്യുന്ന ഒരു കുറ്റകൃത്യം, അവർ വേറൊരാളിൻ്റെ പേരുള്ള സിം കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ED പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇൻ്റർനെറ്റ് കോളുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻ്റർനെറ്റ് കോളുകൾ എടുക്കുന്നത് എന്തിനാണ്? EDക്ക് ട്രേസ് ചെയ്യാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? വളരെ ഗൗരവതരമായിട്ടുള്ള വിദേശ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം, കുറ്റകൃത്യമാണത്. ടാക്സ് കൊടുക്കാതിരിക്കുക എന്നൊന്നും അത്ര വലിയ കുറ്റകൃത്യമല്ല. അത് പിഴ അടിച്ചു തീർക്കാൻ ജയിലിൽ പോയി കിടക്കണ്ട. ഇത് ജയിലിൽ പോയി കിടക്കേണ്ട കുറ്റമാണ് ഈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണ്. നികുതി കൊടുക്കേണ്ടടുത്ത് നികുതി കൊടുക്കാതിരിക്കുക, നമ്മുടെ രാജ്യം അറിയാതെയുള്ള പണമിടപാടുകൾ നടത്തുക. പല സംശയങ്ങൾക്കും അതുവഴി തെളിയിക്കാം. ഇതെന്തിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നതെന്ന്. ആയുധങ്ങൾ വാങ്ങാനാണോ, ബോംബുകൾ വാങ്ങാനാണോ? ഗവൺമെൻറ് ഇതറിയണ്ടേ? അതാണ് ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നത്. അവരറിയാൻ ഇത്തരം ഏർപ്പാടുകൾ നടത്തുന്നത് വലിയ കുറ്റകൃത്യമാണ്, കൊടിയ കുറ്റകൃത്യമാണ്, ശിക്ഷിക്കാവുന്ന വകുപ്പുകളാണ്, ക്രിമിനൽ കുറ്റങ്ങൾ തന്നെയാണ്. അതും നടന്നിരിക്കുന്നു. എന്നിട്ടോ ചോദിക്കുമ്പോൾ ഇതിനൊന്നും മര്യാദയ്ക്കുള്ള ഉത്തരം പറയുന്നില്ല. എനിക്കിങ്ങനെ അബദ്ധം പറ്റി, ഇത്രയും പറ്റിയിട്ടുണ്ട്. ഈ പെൺകുട്ടി 13 വയസ്സുള്ള പെൺകുട്ടി പോലും അതല്ലേ പറഞ്ഞത്, എനിക്കിങ്ങനെ പറ്റിയതാണ്. ഈ അന്തരീക്ഷത്തിൽ ഇത് ചെന്നിട്ട് ബാബ ഞാൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, CPMൻ്റെ ആളാണ്, MA ബേബി എനിക്ക് വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്തിട്ട് എന്നെ വലിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പത്രങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതും. ഒരു കാര്യമില്ലല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല. ബംഗാളില്ല, ത്രിപുരയില്ല, കേരളമില്ല, ഒരിടത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയാണ് നിങ്ങൾ. റഷ്യ ഇങ്ങോട്ട് വന്ന് ഇടപെടാൻ പോകുന്നില്ല, ക്യൂബ ഇടപെടാൻ പോകുന്നില്ല, ചൈന ഇടപെടാൻ പോകുന്നില്ല, ഒന്നുമില്ല. ED വിചാരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങൾ നടത്തും. കോടതി തീരുമാനിക്കുന്നിടത്ത് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിചാരണ. ഇപ്പോൾ അവർക്ക് ഒരു പഴുതേ ഉള്ളൂ, അതായത് നല്ല ഫീസ് കിട്ടുന്ന വക്കീലന്മാരെ കൊണ്ട് വെച്ചിട്ട് അവരെ കൊണ്ട് വാദിച്ച് അവധിയും ചോദിച്ച് അനന്തകാലത്തേക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാം. ആ ഒരു തന്ത്രം മാത്രമേ CPMൻ്റെ മുമ്പിൽ ഇനി കരണീയമായിട്ടുള്ളൂ. അതെ, ലാവ്ലിൻ പോലെ. ലാവ്ലിൻ ഇപ്പോൾ അനന്തമായിട്ട് നീണ്ടു പോകുന്നത് കണ്ടില്ലേ? ആ ഒരു തന്ത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് മുമ്പിലില്ല. സത്യം പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിഹിതമായ പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഷോഡി ഡീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹവാല ഇടപാടെന്ന് പറയുന്നത് ക്രിമിനൽസ് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. ഹവാല ഇടപാട് ആൻറ്റോ അഗസ്റ്റിൻ ഒക്കെ ചെയ്തതിനേക്കാളും മോശമായിട്ടുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തെ ചോര കൊടുത്ത് വളർത്തിയ ഒരാൾക്ക് അതെങ്ങനെ മാറാൻ, അത് മറ്റൊരു കാര്യമാണ്. 13 വയസ്സുകാരിക്ക് എങ്ങനെ കൊലപാതകിയായിട്ട് മാറാൻ സാധിച്ചു എന്നതുപോലൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾക്ക് എങ്ങനെ ഇങ്ങനെ ഹവാല ഇടപാടിൽ ഒക്കെ പ്രതിയാവാൻ കഴിഞ്ഞു? എന്നിട്ടോ കൂട്ടുകാർക്കും, ആരുടെ കൂട്ടുകാർക്ക്, മുഹമ്മദ് റിയാസിൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ആയിട്ട് ഈ പണം ഷെയർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള രേഖകളും വന്നിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾക്ക് വഴിവെക്കുന്നു. അപ്പോൾ കേസിൻ്റെ മാനങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു, അതിൻ്റെ ആംഗിളുകൾ വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ ബഹുമുഖമായിട്ടുള്ള ഒരു ക്രിമിനൽ മാഫിയ സംഘമായിട്ട് CPMൻ്റെ ഒരു വിഭാഗമെങ്കിലും മാറിയിരിക്കുന്നു. അവർ തന്നെ ഈ പാർട്ടിയുടെ നേതാക്കളായിട്ട് തുടരുകയാണെങ്കിൽ അതിനെതിരെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങാത്ത ഒരു പാർട്ടി സെക്രട്ടറിയൊക്കെ ആണെങ്കിൽ, സംസ്ഥാന സെക്രട്ടറി ആയാലും ദേശീയ സെക്രട്ടറി ആയാലും, ഈ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് അല്ല ചരിക്കുക, ക്രിമിനലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ചേരുക എന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയല്ല ഇത് പറയുന്നത്, വളരെ വേദനയോടുകൂടി ഇങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നു.
തീർച്ചയായിട്ടും. ഏതായാലും AD അന്വേഷണം പുതിയൊരു തലങ്ങളിലേക്ക് പോകുമ്പോൾ പുതിയ ആളുകളും ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്, അവരെ അതും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. ഇതിന്റെ ഒരു സത്യാവസ്ഥ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ അനന്തമായി ഇതിങ്ങനെ നീണ്ടു പോകുമോ അതോ തെളിയിക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.